വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ അവർ എർത്ത്. എന്താ ഞങ്ങളെ നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നത് ജിയോഗ്രഫിയാണ് കേട്ടോ. ഹിസ്റ്ററി, ജിയോഗ്രഫി എന്നൊക്കെ വേറെ 2 പാർട്ടുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്നും ഇപ്പം ഇല്ല, അടുത്ത വർഷം പോലെ അല്ലേ. ഇത് ജിയോഗ്രഫിയാണ് കറക്റ്റ് കേട്ടോ. അപ്പം ഈ നമ്മുടെ ഭൂമിയെക്കുറിച്ച് നമുക്ക് പറയാം. പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെ ആയിട്ട് ഭൂമിയുടെ ഉപരിതലം ഇത്ര മനോഹരമാണെന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപഴുത്ത ഒരു ഗോളമായിരുന്നു നമ്മുടെ ഭൂമി. നിലയ്ക്കാതെ പെയ്ത മഴയിൽ ഭൂമി മൊത്തത്തിലങ്ങ് തണുത്തു. പിന്നെയും വർഷങ്ങൾ എടുത്തു അതിനകത്തിൽ ജീവൻ ഉണ്ടാവാൻ. ഭൂമിയുടെ ഉള്ളറ അല്ലെ, ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്ന അന്തരീക്ഷം, അവയെല്ലാം മനുഷ്യനെ എന്നും ഒരത്ഭുതമാണ് അല്ലേ. ഇവയെക്കുറിച്ച് ശാസ്ത്രലോകം വളരെയധികം ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഭൂമി എന്ന മഹാരഹസ്യത്തിലേക്ക് നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ്, ഭൂമിയുടെ ആത്മകഥമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. പാഠപുസ്തകം പേജ് 68 ഞാൻ പറഞ്ഞത്. ഭൂമി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഭൂമി ഇന്നത്തെ അവസ്ഥ ഇന്നാങ്കിൽ എല്ലാം ഉണ്ട് അല്ലേ, അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നൊരു ചോദ്യമുണ്ട് അല്ലേ. എന്തൊക്കെയാവും നിങ്ങളെ എത്തിച്ചേരാൻ എങ്ങനെയാണ്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു നമ്മുടെ ഭൂമി. അതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് നോട്ട് എഴുതാഞ്ഞത് കേട്ടോ. എന്താണ്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി. നിരന്തരമായി മഴ പെയ്യുകയും ഭൂമി തണുക്കുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിനകത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളത്. നമ്മുടെ സൗരയൂഥ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? മൊത്തം നേരത്തെ 9 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം 8 എണ്ണേ ഉള്ളൂ. അങ്ങനെ ആ ഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭൂമി. അതിൽ ഭൂമിയിൽ മാത്രമേ എന്തുള്ളൂ നിങ്ങളെ ജീവന്റെ തുടിപ്പുള്ളൂ അല്ലെ, നിലനിൽപ്പുള്ളൂ. ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ വായു, ജലം, സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് എന്നിവ നമ്മുടെ ഭൂമിയിലുണ്ട് അല്ലെ. പുഴകള്, മലകള്, താഴ്വരകള്, സമതലങ്ങള് എന്നിങ്ങനെ വ്യത്യസ്ത തരം ഭൂരൂപങ്ങൾ തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നു എന്നാണ് പറയുന്നത്. കേട്ടല്ലോ. ഇനിയും അതിൻ്റെ ഉള്ളറയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പാഠം ഭൂമിയുടെ ഉള്ളറയിലേക്ക് ഉള്ളതാണ് അല്ലെ. ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവയാണ് നമ്മൾ പറയുന്നത്. അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ നമ്മൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തതിൽ നിന്നൊക്കെയാണ് നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങളും അറിയുന്നത്. അതുപോലെ നമുക്ക് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ കണ്ടോ. നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താവും നിങ്ങളെ? ദ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഘടന. നമ്മുടെ ഇംഗ്ലീഷും മലയാളവും നോട്ടുണ്ട് കേട്ടോ. മലയാളംകാരെ മലയാളം നോട്ട് എഴുതിയെടുക്കുക, ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുകയും വേണം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ. ദ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന് വെച്ചാൽ, സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഘടനയാണ്, ഭൂമിയുടെ ഘടന. 1ാമത്തെ ചോദ്യം എന്താവും നിങ്ങളെ? വാട്ട് ആർ ദ പ്രൈമറി ഇൻഫർമേഷൻ എബൌട്ട് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്? ഇന്റീരിയർ ആണ്, ഇന്റീരിയർ ഓഫ് ദി എർത്ത് എന്ന് വെച്ചാൽ എന്താ? ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തെല്ലാം? നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം നമുക്ക് അറിയാമെന്നാണ് ആദ്യത്തെ ചോദ്യം. വാട്ട് ആർ ദ പ്രൈമറി ഇൻഫർമേഷൻ എബൌട്ട് ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്? എന്താവും നിങ്ങളെ? 1ാമത്തെ, ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. അതായത് ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മുടെ ഭൂമിയെ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദി, എന്താ അവിടെ ഇത് കളർ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഞങ്ങളെ, അത് മെയിൻ പോയിന്റ്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് ക്രസ്റ്റ്. പറയാനറിയണേ നിങ്ങളെ? ക്രസ്റ്റ് ആണ്, CRUST. ക്രസ്റ്റ് എന്ന് വെച്ചാൽ മലയാളം ഭൂവൽക്കം എന്നാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും മലയാളം അറിയണേ. ഇംഗ്ലീഷുകാരാണെങ്കിലും മലയാളം പഠിക്കണം, മലയാളംകാർ അതിൻ്റെ ഇംഗ്ലീഷും അറിയണം കേട്ടോ. നമ്മുടെ ഭൂമിയുടെ
ഏറ്റവും പുറമേയുള്ള പാളിയുടെ പേരെന്താ? ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള പാളിയാണ് മാൻഡിൽ. എന്താണ്? മാൻഡിൽ. ഇംഗ്ലീഷിലും മലയാളത്തിലും മാൻഡിൽ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ദ മാൻഡിൽ ഈസ് എ ലെയർ ബിലോ ദ ക്രസ്റ്റ്. അതിൻ്റെ തൊട്ട് ബിലോ എന്ന് വെച്ചാൽ താഴെയായിട്ടാണ് ആര്? മാൻഡിൽ. എന്നാലോ ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ്, ഇനി മാൻഡിലിന് തൊട്ട് താഴെയാണ് കോറ്. CORE ആണ് കോറ്. സ്പെല്ലിങ് തെറ്റിക്കല്ലേ, ക്രോർ എന്നൊന്നും എഴുതി വെക്കല്ലേ. CORE കോറ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താണ്? കാമ്പ്. കാമ്പ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നു. അപ്പം നമുക്ക് ഭൂമിയുടെ ഉപരിതലം, അതിൻ്റെ ഉള്ളറയെക്കുറിച്ച് അല്ലേ, ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള ഭാഗത്തെ ക്രസ്റ്റ് എന്നും അതിൻ്റെ തൊട്ട് താഴെയുള്ളതിനെ മാൻഡിൽ എന്നും അതിൻ്റെയും താഴെയുള്ളതിനെ കാമ്പെന്നും അല്ലേ, ക്രസ്റ്റ്, മാൻഡില്, കോറ് എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ കോർ ഈസ് ഡിവൈഡ്. ഇനി ഏറ്റവും അകത്താണ് നമ്മുടെ കോർ എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും അകത്തല്ലേ. ഈ കോറിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും, കാമ്പിനെ പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഇന്റീരിയർ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറയെ നമ്മൾ ഡിഫറൻറ്റ് ലെയർ, വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലേറ്റവും പുറമേയുള്ള ദ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ്. അതിൻ്റെ തൊട്ട് താഴെ മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ആ ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആരാണ്? മാൻഡില്. ആ മാൻഡിലിൻ്റെ തൊട്ട് ബിലോ എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബിലോ ദ കോറ്. ഓക്കെ ആണല്ലോ. ഈ കോറിനെ നമ്മൾ വീണ്ടും എത്രയായി തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും. ഇന്നർ കോറെന്നും ഔട്ടർ കോർ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ നോക്കി, വാട്ട് ആർ ദ ഡിഫറൻറ്റ് ലെയർ ഓഫ് ദ എർത്ത്. ഇനി അതെന്താന്നാ ഇപ്പൊ പറഞ്ഞത്? ഭൂമിയുടെ വിവിധ പാളികൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ നിങ്ങളെ പറയാനറിയണേ? ക്രസ്റ്റ്, മാൻഡില്, കോറ്, ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഓക്കെ ആണല്ലോ. ഇംഗ്ലീഷും മലയാളവും കിട്ടിയല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത രണ്ടാമത്തെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അതിൻ്റെ കുറിപ്പ് തന്നെ. നമ്മളിപ്പോൾ അതിൻ്റെ ഓരോ വരിയ ഭൂമിയുടെ ഉള്ളറയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുമാണ് ഇപ്പോൾ പഠിച്ചത് അല്ലേ. ഇനി നോക്കിക്കേ, അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ കേട്ടോ 5 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കുന്നതാണ്. ഇത് ഓരോന്നായിട്ട് വേണേൽ ചോദിക്കാം, എല്ലാം കൂടെ വേണേൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇൻറ്റീരിയർ ഈസ് എബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. എന്താ നിങ്ങളെ? ദ ടെമ്പറേച്ചർ അറ്റ് ദി സെൻറ്റർ ഓഫ് ദ ഇൻറ്റീരിയർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്ര ഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തുമായിരിക്കും അല്ലേ? ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രമാണ് സെൻറ്റർ. കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് എബൌട്ട് 6371 കിലോമീറ്റർ. ഏകദേശം 6371 കിലോമീറ്റർ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ കേന്ദ്രമാണ് നമ്മുടെ ഭൂമി എന്ന് വെച്ചാൽ ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ, അതിൻ്റെ കേന്ദ്രം, അതിൻ്റെ നടുക്ക് വരെ എത്തുന്ന കാര്യം പറഞ്ഞു. 6371 കിലോമീറ്റർ നമ്മൾ കുടിച്ച് പോകണമെന്ന് കേട്ടോ. ഇതിൻ്റെ ഓരോ മീനിങ് ഓർത്തോണ്ടോ നിങ്ങളെ? ആദ്യം നമ്മുടെ ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂടാണ് ആദ്യം പറയുന്നത്. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. ഇനി അവിടെ വരെ നമുക്ക് പോകണമെങ്കിലോ 6371 കിലോമീറ്റർ വരെ നമുക്ക് പോകണമെന്ന് കേട്ടോ. ആരെങ്കിലും പോകുന്നുണ്ടോ? ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് ലെയർ. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളറയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെ 3 പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പം നമ്മൾ ഇനിയും ഇപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ 3 എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയിൽ നമുക്ക് 5500 ഡിഗ്രി വരെ സെൻറ്ററിൽ അതിൻ്റെ ചൂടുണ്ടെന്ന് പറഞ്ഞു. 6371 കിലോമീറ്റർ ആണ് അതിൻ്റെ അവിടെ വരെ പോകാനുള്ള ദൂരം. ഈ നമ്മുടെ ഭൂമിയുടെ താപ്പോട്ടുള്ള പാളികളെ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാ? ക്രസ്റ്റ്, മാൻഡില്, കോറ്. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് ഈ ക്രസ്റ്റ്?
എന്താ കുഞ്ഞുങ്ങളെ ഈ ക്രസ്റ്റ് അല്ലേ ഭൂവൽക്കം എന്നാൽ? അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. നമ്മൾ പറഞ്ഞു 3 എണ്ണം ഉണ്ടെന്നല്ലേ. എന്താ ക്രസ്റ്റ്? ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി താരതമ്യേന നേർത്ത പാളിയാണ് അല്ലേ. നമ്മൾ അവിടെ അല്ലേ നിൽക്കുന്നത് തന്നെ അല്ലേ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി താരതമ്യേന നേർത്ത പാളിയാണ്. ലെയർ ഓഫ് ദി എർത്ത് റിലേറ്റീവ്ലി തിൻ ലെയർ ആണ്. അവർ തിന്ന് അല്ലേ, നേർത്ത പാളിയാണ്. ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഇനി ഇത് പണിഞ്ഞിരിക്കല്ലേ, നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാ? സോളിഡ് റോക്കാണ്. ഖരം, സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഒക്കെ നമുക്ക് പഠിച്ചില്ലേ. സോളിഡ് എന്ന് വെച്ചാൽ എന്താ? കട്ടിയുള്ള ഖരം അല്ലേ. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിച്ചിരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ്? ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. ഇത് നല്ല സോളിഡ് റോക്ക്, നല്ല കട്ടിയുള്ള അല്ലെ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിച്ചിരിക്കുന്നു. ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്ട്. ക്രസ്റ്റ് ഹാസ് 2 പാർട്ട്, നെയ്മിലി കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഇത് ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും 2 ഭാഗങ്ങളുണ്ട്. ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്, മറക്കല്ലേ കുഞ്ഞുങ്ങളെ. കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ക്രസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ 3 എണ്ണേ തന്നിട്ടുള്ളൂ, കാരണം ടെസ്റ്റിനകത്തിൽ ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് പഠിക്കണേ കേട്ടോ. ഓക്കെ ആണോ? 4 എണ്ണം എഴുതാം കേട്ടോ. 4 എണ്ണം നോക്കാം. 4 എണ്ണം എന്ന് വെച്ചാൽ 1 വരിക്ക് അര മാർക്ക് വെച്ചാണെങ്കിൽ തന്നെ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ 4 വരി എഴുതിയാൽ 2 മാർക്ക്. അങ്ങനെ ചിന്തിക്കണം നിങ്ങൾ കേട്ടോ. എപ്പോഴും ഒരു സെൻറ്റൻസിന് അര മാർക്ക് വെച്ച് നിങ്ങൾ കൂട്ടി നോക്കണം, എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത് ആണ്. ദീസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്ക് ആണ്. ദ ക്രസ്റ്റ് ഹാസ്, ക്രസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓക്കെ ആണല്ലോ, എഴുതി എടുക്കണേ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അടുത്തത് 4ാമത്തെ അതിൻ്റെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ്. ഇനി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. നമ്മൾ പറഞ്ഞ അതിന് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ 2 എണ്ണത്തിൽ എന്താ? ഈ വൻകര ഭൂവൽക്കത്തിന് സമുദ്ര ഭൂവൽക്കത്തേക്കാൾ കനം അല്ലേ. അത് ശരിയായിരിക്കും. മറ്റേത് വെള്ളമല്ലേ. സമുദ്ര ഭൂവൽക്കത്തേക്കാൾ കനം കൂടുതലാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ടോ. അപ്പം നമ്മുടെ എന്തതിനെ കുറിച്ചാണ്? ഇൻറ്റീരിയർ ഓഫ് ദ എർത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് 3 എണ്ണം ഉണ്ട്. 1ാമത്തെ ക്രസ്റ്റിനെ കുറിച്ച് 4 സെൻറ്റൻസേ ഞാൻ തന്നിട്ടുള്ളൂ. മിനിമം ആ 4 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. മിനിമം ആ 4 എണ്ണം. കുറേ കൂടെ ഒക്കെ ടെസ്റ്റ് എടുത്ത് വായിച്ച് സെൻറ്റൻസ് നിങ്ങൾ തയ്യാറാക്കണം. മിനിമം മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 2 ക്രസ്റ്റ് ഉണ്ട്, കോണ്ടിനെൻ്റലും ഓഷ്യാനിക്കും ഉണ്ട്. അതിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. ഓക്കെ ആണോ നിങ്ങളെ? വൻകര ഭൂവൽക്കത്തിന് സമുദ്ര ഭൂവൽക്കത്തിന് േക്കാൾ കനം കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് 2ാമത്തെ മാൻഡില്. എന്താണ് മാൻഡില്? മാൻഡിലിന് മലയാളവും ഇംഗ്ലീഷും മാൻഡില് തന്നെയാണ് കേട്ടോ. മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയുള്ളതാണ് ഏതാ? മാൻഡിൽ. അത് നമുക്കറിയാം. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇതും താരതമ്യേന എന്താണ്? മറ്റേതുപോലെ ഏതാ? നമ്മുടെ ക്രസ്റ്റ് പോലെ തന്നെയാണ്. മാൻഡിലും താരതമ്യേന നല്ല കട്ടിയുള്ള ഭാഗമാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് അപ് ടു എബൌട്ട് 2900 കിലോമീറ്റർ. മാൻഡിൽ ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഈ കിലോമീറ്റർ നിങ്ങൾ തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങൾ കേട്ടോ. ക്രസ്റ്റിന് എത്രയാണ്, മാൻഡിലിന് എത്രയാണ്, കോറിന് എത്രയാണെന്ന് നല്ലതുപോലെ അറിയണം കേട്ടോ. തിരിഞ്ഞു പോവല്ലേ. 2900 കിലോമീറ്റർ ആണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ദ പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? ശിലാമണ്ഡലം എന്നാണ് അതിൻ്റെ മലയാളം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. 4 സെൻറ്റൻസ് ആയല്ലോ. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡില്. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇത് താരതമ്യേന കനമുള്ള അല്ലെ, മറ്റേത് ക്രസ്റ്റ് പോലെ തന്നെ ഇതും കട്ടിയുള്ള ഭാഗമാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് അപ് ടു എബൌട്ട് 2900 കിലോമീറ്റർ. ഇതെന്താ? ഏകദേശം ഈ മാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2900 കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇനിയോ? ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗം
ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്താ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഓക്കെയാണോ? ഇനി അടുത്ത കോർ എല്ലാത്തിൻ്റെയും 4 വരി, മിനിമം 4 വരി മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഈ ഒന്നും അറിയാൻ വയ്യാത്തവർ അതെങ്കിലും പഠിക്കണം കേട്ടോ നിങ്ങളെ. ഇനി അതിൻ്റെ മലയാളം അറിയാൻ വയ്യെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് അറിയാൻ വയ്യെങ്കിൽ മലയാളം ഉണ്ട്. അടുത്ത് നോക്കിക്കേ, കോറ്. എന്താണ് കോറ്? സ്പെല്ലിങ് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, ക്രോറെന്ന് ആരും എഴുതി വെക്കരുത്. ക്രോറെന്ന് വെച്ചാൽ കോടിയാണ് കേട്ടോ, നമുക്ക് കോടിയല്ല, കോറാണ്. കോർ മീൻസ് കാമ്പ് കേട്ടോ, കാമ്പ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ് ദി കോർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് while the inner core is the solid state. The core is mainly made up of metal like nickel and iron. Hence the core is also known as എന്താ നിഫെ. നൈഫ് എന്നല്ല ചോദിക്കുക, നിഫെ എന്നാണ് കേട്ടോ, നിഫെ. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ് കോർ എന്ന് വെച്ചാൽ എന്താ, ഈ മാൻഡിൽ നമ്മൾ പറഞ്ഞാൽ ആദ്യം ക്രസ്റ്റാണ്, ക്രസ്റ്റിൻ്റെ തൊട്ട് ബിലോ അല്ലെ, തൊട്ട് താഴെയായിട്ട് മാൻഡിലാണ്, മാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ട് കോറാണ്. ഫസ്റ്റ് വരി എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോറിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോറെന്നും ഇന്നർ കോറെന്നും. ഈ ഔട്ടർ കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറം കാമ്പെന്നും അകം കാമ്പെന്നും 2 ഭാഗങ്ങളുണ്ട്. പുറം കാമ്പ് ദ്രവാവസ്ഥയിലായിരിക്കും എന്ന് വെച്ചാൽ എന്താ, ലിക്വിഡ് ആയിരിക്കും. അകക്കാമ്പ് ഖരാവസ്ഥയിലായിരിക്കും, അതായത് സോളിഡും ആയിരിക്കും. ഓക്കെ ആണോ നിങ്ങളെ? ഖരം എന്ന് വെച്ചാൽ എന്താ, വെള്ളമുള്ളതായിരിക്കും അല്ലേ. ദ്രാവകം എന്ന് വെച്ച് ദ്രാവകമാണ് ലിക്വിഡ് അല്ലേ, അതായത് ദ്രാവകാവസ്ഥ വെള്ളമുള്ളതും. ഖരം എന്ന് വെച്ചാൽ എന്താണ്, കട്ടിയുള്ള അല്ലേ. തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ്. ഇനി കാമ്പ് മുഖ്യമായും എങ്ങനെയൊക്കെയാണ്, നിക്കല്, NiCKEL നിക്കല്, ആൻഡ് അയൺ. ഈ അയണും നിക്കലും ഒക്കെ എന്തോന്നറിയോ, ഇതെല്ലാം ഗ്യാസാട്ടോ, വാതകങ്ങളാണ്. ഹെൻസ് ദ കോർ ഈസ്, അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു, നിഫെ. നിഫെ അതിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നിഫെ അതിൻ്റെ കണ്ടോ, NIFE നിഫെ. ഓക്കെ ആണോ നിങ്ങളെ? ദ കോറ് ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഇത് മെയിൻ പോയിന്റ് മാത്രം എല്ലാത്തിൻ്റെയും 4 വരി വീതം എഴുതി വെച്ചേക്കും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല. അന്തരീക്ഷത്തെക്കുറിച്ച് ടെസ്റ്റിലുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ് കേട്ടോ. ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ? ഏതൊക്കെയാണ് നിങ്ങളെ? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ് അല്ലേ, കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും നമ്മുടെ എന്തെങ്കിലുമൊക്കെ റോഡിൽ എവിടെയൊക്കെ ഇടുമ്പോൾ അത് കാറ്റടിച്ച് എന്താ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നു അല്ലേ, കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവയുണ്ട്. പിന്നെ ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ് എന്നാണ്. കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, അഗ്നിപർവ്വതം. അങ്ങനെ എന്ത് ചെയ്യുന്നു, അഗ്നിപർവ്വതത്തിലൂടെ പുറത്തു വരുന്നവയുണ്ട്. പിന്നെ ആഷ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ചാരമാണ്, ചാമ്പൽ അല്ലേ. ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെട്രോയിഡ്സ് എന്ന് വെച്ചാൽ, മെട്രോയിഡ്സ് എന്ന് വെച്ചാൽ ഉൽക്കകൾ, മെട്രോയിഡ്സ് കേട്ടോ. ഉൽക്കകൾ കത്തുന്നതിലൂടെയും ചാരമുണ്ടായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പ്ലാന്റ് പോളൻസ്, സസ്യത്തിലെ പരാഗണങ്ങൾ, പൂമ്പൊടിയൊക്കെ അല്ലേ, സസ്യങ്ങളുടെ എല്ലാം പൂക്കളുടെയൊക്കെ പൂമ്പൊടി അതാ പൊളൻസ്. എന്താ സസ്യങ്ങളുടെ പൊളൻസ് എല്ലാം സസ്യപരാഗണങ്ങളും എന്തുണ്ടാകുന്നുണ്ട്, നമ്മുടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാക്കുന്നു. അതും ഞാൻ 4 തന്നിട്ടുള്ളൂ. 4 മലയാളവും ഇംഗ്ലീഷും തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്? ഓക്കെ ആണല്ലോ. അടുത്തത്, ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? എന്താ നിങ്ങളെ, ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്, ഭൂമിയിലെ ജീവജാലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നിലനിൽപ്പിനെ എന്താ നമ്മുടെ ഈ അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? എങ്ങനെയെല്ലാമാണ്? നോക്കിക്കേ, കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന അല്ലേ. പിന്നെ പ്രൊട്ടക്റ്റ് ഫ്രം ഹാംഫുൾ സൺറൈസ്, പ്രൊവൈഡ്സ് ഓക്സിജൻ ടു ലിവിങ് ഓർഗാനിസം. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഫിനോമിന എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രതിഭാസത്തിന് കാരണമാകുന്നു. പ്രൊട്ടക്റ്റ് ഫ്രം ഹാംഫുൾ സൺറൈസ്, സൂര്യപ്രകാശത്തിൻ്റെ സംരക്ഷണം. പിന്നെ
പ്രൊവൈഡ് ഓക്സിജൻസ് ടു ലിവിങ് ഓർഗാനിസം, ജീവനുള്ളവ അല്ലേ, ജീവനുള്ളവ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആവശ്യമായ ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എങ്ങനെ പറയാം, ഭൂമിയിലെ ചൂടും തണുപ്പും ഒക്കെ ക്രമീകരിച്ച് മഴ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഈ 3 ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതണം കേട്ടോ നിങ്ങളെ. ആ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു. അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത് കേട്ടോ. അതിൻ്റെ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതും, ഭൂമിയിലെ ചൂടും തണുപ്പും ക്രമീകരിച്ച് മഴ സാധ്യമാകുന്നു, ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. ഇതിന് ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഭൂമിയെ ഒരു ഗ്രഹമായിട്ട് ഇപ്പോഴും നിലനിർത്തുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് 3 ഉള്ളൂ കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് ഞാൻ 3 എഴുതിയുള്ളൂ, മലയാളം മീഡിയക്കാർക്ക് നിങ്ങൾക്കും അത് ചെറിയ പോയിന്റാണ് കേട്ടോ. അടുത്ത നമുക്ക് ടെസ്റ്റിലെ ചോദ്യമാണ് ഏതാ, ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലെ ഗ്യാസുകൾ, വാതകങ്ങൾ എങ്ങനെയൊക്കെയാണ്, എത്രയൊക്കെയാണ് നിങ്ങൾക്ക് കാണാതെ അറിയാവും നിങ്ങൾ എന്തൊക്കെ നമുക്ക് ചുറ്റും നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര വാതകങ്ങളുണ്ട്, ഏതൊക്കെയാണെന്ന് അല്ലേ. നോക്കിക്കേ, നമുക്കിപ്പോൾ പഠിക്കാം. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ എന്ന് എഴുതി വെച്ചേക്കുന്നത് അല്ലേ, ആർഗൺ ആണ്, ആർഗൺ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം അല്ലേ, ഓസോണ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോണ്, ഹൈഡ്രജന്, സിനോണ്. ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമാവും. നൈട്രജന്, ഓക്സിജന്, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോണ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോണ്, ഹൈഡ്രജന്, സിനോണ്. ഇതൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏത് വാതകമാണ്, നൈട്രജൻ ആണ്. എത്ര ശതമാനം നോക്കി, 78%. എന്നാൽ ഓക്സിജനോ 21% മാത്രമാണ് ഓക്സിജൻ. ബാക്കിയുള്ളതെല്ലാം നോക്കി, നമ്മൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വരെ നോക്കി എത്രയൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നൈട്രജന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ മിനിമം അറിഞ്ഞിരിക്കണം നിങ്ങളെ. ആർഗൺ 0.93. എപ്പോഴും നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ ഡിജിറ്റ്, നമ്മൾ മാത്സിൽ പഠിക്കത്തില്ലേ, ഓരോ ഡിജിറ്റ് എടുത്ത് പറയാവൂ. ഇപ്പം നമ്മൾ 0.37 എന്നൊന്നും പറയല്ലേ നിങ്ങളെ. 0.037, 0.01, 0.002 അല്ലെങ്കിൽ 0.002% അല്ലെങ്കിൽ പെർസെൻറ്റേജ്, ഇങ്ങനെയൊക്കെ പറയാവേ. ഇംഗ്ലീഷുകാർ അങ്ങനെ തന്നെ പറയണം. ഇതിന് നമ്മൾ എങ്ങനെ പറയും, 0.002%, 0.002% കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓരോന്നും ഇതുപോലെ എല്ലാം നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ക്രിപ്റ്റോണിൻ്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 0.0001%. കണ്ടോ, ഇതൊക്കെ അളവ് കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ പോയത്. ഏറ്റവും കൂടിയ അളവ് ആർക്കാണ്, നമ്മുടെ നൈട്രജനാണ്, അത് കഴിഞ്ഞ് ഓക്സിജനാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസസ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ഇത് കാണാതെ പഠിക്കണേ. അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷം നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, ഗ്യാസ് പറഞ്ഞു. അടുത്ത റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ താഴെ പറയുന്ന ഓരോ ഘടകങ്ങളും എങ്ങനെയെല്ലാം നമ്മളെ സഹായകമാകുന്നു. നമുക്ക് ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം അല്ലേ. അപ്പോൾ ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിലെ താഴെ പറയുന്ന ഓരോ ഘടകവും എങ്ങനെയെല്ലാം സഹായകമാകുന്നു. നോക്കൂ നിങ്ങളെ, അറ്റ്മോസ്ഫിയറിക് എയർ അല്ലേ, അറ്റ്മോസ്ഫിയറിക് എയർ വായിക്കാൻ അറിയണേ, അന്തരീക്ഷ വായു. ഇതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. അത് ഇംഗ്ലീഷുകാർ നോക്കണേ. നൈട്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷ വായുവിലെ ഏറ്റവും കൂടുതലുള്ള വാതകങ്ങളാണ് ഏതാ, മോസ്റ്റ് അബണ്ടന്റ് എന്നറിയപ്പെടുന്ന നമ്മൾ എതിനെയാ, നൈട്രജനെ അല്ലേ. അതുപോലെ തന്നെ ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നൈട്രജൻ തന്നെ എഴുതുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അത്രയും ഇല്ലെങ്കിൽ അതിൻ്റെ പുറകെ ഉണ്ടല്ലേ. നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ്. All these essential gases directly or indirectly support the existence of life. ഈ വാതകങ്ങൾ ഡയറക്റ്റ്ലി, നേരിട്ടോ അല്ലാതെയോ, അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ, അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ജീവന്റെ നിലനിൽപ്പിന് സഹായകമാകുന്നു. ഇത് 3 ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. ജീവന്റെ നിലനിൽപ്പിന് ഇത് സഹായകമാകുന്നു. പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതില്ലെങ്കിൽ
അതിന് പറ്റുമോ? ഇല്ല. പ്ലാന്റ്സ് യൂസ് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഗേഷ്യസ്, നമ്മൾ ഗ്യാസ് എന്ന് പറയത്തില്ലോ, നിങ്ങൾ അത് ഉച്ചരിക്കാൻ പഠിക്കണേ. ഗ്യാസ് ആണ് GAS അല്ലേ. OUS എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഗ്യാസസ് എന്നാണോ പറയുന്നത്? അല്ല, ഗേഷ്യസ് എന്നാണ് കേട്ടോ. ഗേഷ്യസ് നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കൺവേർട്ടഡ് ടു നൈട്രേറ്റ് ബൈ സർട്ടൻ ബാക്ടീരിയ ഇൻ ദ സോയിൽ. അന്തരീക്ഷത്തിൽ വാതക രൂപത്തിലുള്ള നൈട്രജനൊക്കെ നമ്മുടെ മണ്ണിലെ ചില ബാക്ടീരിയകളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രേറ്റുകളായിട്ട് മാറുന്നു. ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യവുമാണ് കേട്ടോ. നൈട്രേറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. നമ്മുടെ പ്ലാന്റ്സിന് വളരാൻ വളരെ അത്യാവശ്യമാണ് ഏതാ നൈട്രേറ്റ്. അതുപോലെ തന്നെ ഓക്സിജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൺ ആൻഡ് അതർ ആനിമൽസ് ലൈഫ്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ ഓക്സിജൻ ആവശ്യമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ മലയാളം കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ മലയാളം മീഡിയക്കാരൻ നോക്കണേ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്. ഈ വാതകങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവന്റെ നിലനിൽപ്പിന് സഹായകമാകുന്നു. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു അല്ലെ. അന്തരീക്ഷത്തിൽ വാതക രൂപത്തിലുള്ള നൈട്രജൻ മണ്ണിലെ ചില ബാക്ടീരിയകളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രേറ്റുകളായിട്ട് മാറുന്നു. ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ ഓക്സിജൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, എഴുതിയെടുക്കണേ കേട്ടോ. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ ആണല്ലോ നമ്മൾ പഠിച്ചത്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം സഹായകമാണ്? നമുക്ക് ആദ്യം വേണ്ടുന്നത് എന്താണ്? അന്തരീക്ഷ വായുവാണ്. എന്താണ്? അന്തരീക്ഷത്തിൽ വായു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൈട്രജനും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അല്ലേ. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുണ്ടെങ്കിലേ ബാക്കിയുള്ളതെല്ലാം നടക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത നോക്കൂ നിങ്ങളെ. അടുത്ത നമ്മൾ രണ്ടാം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അന്തരീക്ഷ പൊടിപടലങ്ങൾ ഒരെണ്ണം കൂടെ എഴുതിയായിരുന്നു. ഓക്കെ. അടുത്ത നോക്കൂ നിങ്ങളെ. ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതിന് മുമ്പേ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് മുമ്പെയാണ് നമുക്ക് എന്ത് വേണ്ടത്? അറ്റ്മോസ്ഫിയർ, വാട്ടർ അല്ലേ. അതിനു മുമ്പേ നമുക്ക് നമ്മുടെ ടെസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ. വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താ? അന്തരീക്ഷത്തിൽ ജലാംശം വേണം ഇല്ലേ. ജലം, വായു മാത്രം മതിയോ? ജലം വേണം, വെള്ളം വേണം. അപ്പോൾ ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ എർത്ത് കണ്ടെയ്ൻസ് വെരി ഹൈ എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താ? ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ ജലതന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. വാട്ടർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ഇവാപ്പറേഷൻസ്. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻസ് വിൽ ബി ഹൈ അറ്റ് പ്ലേസ് എക്സ്പീരിയൻസിങ് ഹയർ ടെമ്പറേച്ചർ. സോ ദ വാട്ടർ കണ്ടന്റ് ഇൻ സച്ച് പ്ലേസ് വിൽ ബി ഹൈ. പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ നിയർ ഓഷൻ, റിവേഴ്സ് ആൻഡ് വാട്ടർ ബോഡീസ് ഹാവ് ഹൈ വാട്ടർ കണ്ടന്റ്. എന്ത് വല്ലതും മനസ്സിലായോ നിങ്ങളെ? ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ ജലതന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു അല്ലേ. ബാഷ്പീകരണ സമയത്ത് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു. അതൊക്കെ അറിയാമല്ലോ നമുക്ക്. ഈ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ബാഷ്പീകരണ നിരക്കും ഉയർന്നത് തന്നെയായിരിക്കും. അതിനാൽ അത്തരം സ്ഥലങ്ങളിൽ ജലാംശവും കൂടുതലായിരിക്കും കേട്ടോ. അറിയണേ കുഞ്ഞുങ്ങളെ. സമുദ്രങ്ങൾ, പിന്നെ ഏതൊക്കെയാ? സമുദ്രങ്ങൾ, നദികൾ, ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലും ജലാംശം കൂടുതലായിരിക്കും. അപ്പം മലയാളം കണ്ടോ? അതിൻ്റെ മലയാളം മീഡിയക്കാരത് എഴുതിയെടുക്കണേ കേട്ടോ. എന്താ? അന്തരീക്ഷത്തിലെ ജലാംശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് മീഡിയക്കാർ അതും എഴുതിയെടുക്കണം കേട്ടോ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. എന്താ? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ പൊടിപടലങ്ങളാണ്. പാർട്ടിക്കിൾസ് പൊടിപടലങ്ങൾ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ കുറിച്ചാണ്. From gases and water molecules, dust particles are also part of the atmosphere. Dust particles are usually found in the atmosphere near the Earth's surface. Water vapor condenses around the fine dust particles in the atmosphere to form the cloud. വല്ല മനസ്സിലായോ? Apart from the gas and water molecules എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? തന്മാത്രകളാണ് കേട്ടോ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങൾ അല്ലേ. ആൻഡ് ആൾസോ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഖനീകരണം എന്ന് വെച്ചാൽ എന്താ? ഉരുകി മാറുമെന്ന് പറയത്തില്ലേ. ഖനീകരണ പ്രക്രിയ
പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. ഈ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് എന്തുണ്ടാവുന്നത്? മേഘങ്ങൾ രൂപപ്പെടുന്നത്. മേഘങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. ഇതെന്തിന് കാരണമാകുന്നു? മഴയ്ക്ക് കാരണമാകുന്നു അല്ലേ? എങ്ങനെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മഴയുണ്ടാകുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. വാട്ടർ വേപ്പർ കണ്ടൻസ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ് എന്നാണ് കേട്ടോ. കുഡ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. കുഡ് തന്നെ കേട്ടോ. കുഡ്സ് കുഡ്. അടുത്ത കേപ്പാർ. ഓക്കെ, ഇത്രയാണ് സമയം പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ 30 മിനിറ്റോളമായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി നോട്ട് ഞാൻ അടുത്തതിലിടാം. നിങ്ങളത് നല്ലതുപോലെ എഴുതിയെടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണേ നിങ്ങൾ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിതങ്ങ് നിർത്താമല്ലോ. നിങ്ങളുടെ കമൻറ്റ് പോലെ ഇരിക്കും ഞാൻ ഈ ക്ലാസ് ഇടുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.